അപ്പോൾ ഗൈസ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഇനി മീൻ ഫ്രൈ ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് മീൻ ഫ്രൈ ചെയ്യാം. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ. ഇപ്പോൾ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടിട്ടുണ്ട്. വെളിച്ചെണ്ണ കാഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ കാഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാമല്ലോ. ഇതാ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതവിടുന്ന് അങ്ങനെ ആവട്ടെ. ഒരു ഭാഗമായതിന് ശേഷം നമുക്ക് മറിച്ചിടാം. ഒന്ന് അടച്ച് വെച്ചിട്ടുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ആയിക്കോളും. ഇപ്പോൾ കഴിച്ചില്ല, ഞാനിതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. ഒന്ന് തിരിച്ച് വെക്കാം. എല്ലാം ഒന്ന് തിരിച്ച് വെച്ചിരിക്കണം. എല്ലാം ഒന്ന് തിരിച്ചിടാം. അപ്പോൾ ഏകദേശം ഒന്ന് തിരിച്ചിട്ട് റെഡിയായി വരുന്നുണ്ട്. ഓക്കെ, എല്ലാവരെയും ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്. കാണുന്നുണ്ടല്ലോ. അപ്പോൾ എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാൻ വേണ്ടി. അപ്പോൾ കുറച്ച് ടൈം കഴിയുമ്പോഴത്തേക്ക് അതും റെഡിയാവും. ആ ഭാഗവും അവിടെ റെഡിയായി വരും. എന്നിട്ട് നമുക്ക് വീണ്ടും അതിനെ ഒന്നുകൂടി നോക്കാം. അപ്പോഴത്തേക്ക് മീനെല്ലാം ഫ്രൈ ആയി റെഡി ആയിട്ടുണ്ടാവും ഗൈസ്. അപ്പോൾ ഗൈസ് ഞാനൊന്ന് തുറന്ന് നോക്കുന്നുണ്ട് എൻ്റെ മീൻ ഫ്രൈ എങ്ങനെയായിരുന്നു. അടിപൊളിയായിട്ട് കാണുന്നുണ്ട് ഗൈസ്. അടിപൊളി തന്നെയാണ് ഗൈസ്. എല്ലാവരും നല്ല അടിപൊളിയായിട്ടാണ്. ഇതിന് കുറച്ചും കൂടി ഒന്ന് ആവാനെങ്കിലും തോന്നത്തില്ലേ? അതിനൊന്ന് മറിച്ചിട്ട് നോക്കുമ്പോൾ ഈ ഭാഗം കുറച്ചും കൂടി ആവാനുണ്ട്. അവരല്ല ലേശം കൂടി ആയിക്കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ എൻ്റെ മീൻ ഫ്രൈ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അടിപൊളി മീൻ ഫ്രൈ ആണ് ഗൈസ്. എല്ലാവർക്കും എൻ്റെ മീൻ ഫ്രൈ ഇഷ്ടപ്പെട്ടിനോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു ഗൈസ്.
കുറച്ചുകൂടി ഞാൻ കറിവേപ്പില അതിൻ്റെ മേലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളി മീൻ ഫ്രൈ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നമുക്ക് ഫ്രൈയാവുമ്പോൾ ഉള്ള ഒരു കുത്തലുണ്ടല്ലോ, അപ്പോൾ ആ കുത്തൽ വന്ന് ഗൈസ് എനിക്ക്. അപ്പോൾ ബൈ.